പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്ലോറിയ ഗ്രീൻ ഗ്ലോറി സ്റ്റുഡിയോയിലേക്ക് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം കാണും. സാഗര തിയേറ്ററിന്റെ തൊട്ടടുത്താണ് ഗ്ലോറി സ്റ്റുഡിയോ. ഫ്രണ്ട്സ്, 11 ഏക്കർ ഏലത്തോട്ടത്തിൽ 4 ഏക്കർ സ്ഥലത്തിലാണ് ഗ്ലോറിയ ഗാർഡൻ പണിതിരിക്കുന്നത്. ഫ്രണ്ട്സ്, എൻട്രൻസ് കഴിഞ്ഞ് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ ആദ്യമേ കാണുന്നത് ഹോൺബിൽ മലമുഴക്കി വേഴാമ്പലിനെയാണ്. ഫ്രണ്ട്സ്, കുറച്ചും കൂടെ മുമ്പിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾ ജിറാഫിൻ്റെ സ്റ്റാച്ചുവിൻ്റെ അടുത്തെത്തും. അവിടെ നിന്ന് നോക്കി നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. ഫ്രണ്ട്സ്, ജിറാഫിൻ്റെ തൊട്ടടുത്ത് നല്ല ഭംഗിയുള്ള ഒരു പോണ്ടുണ്ട്. അവിടെ മെർമെയ്ഡ് ജലകന്യകയുടെ സ്റ്റാച്ചു ആണ്. ഫ്രണ്ട്സ്, ഗാർഡൻ നടന്ന് ആസ്വദിക്കാൻ ഏകദേശം 1.5 കിലോമീറ്റർ കോൺക്രീറ്റ് പാത്സ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇനി ഇവിടെ നിന്നും നമ്മളൊരു ആനിമൽ വേൾഡിലേക്ക് കയറാൻ പോവാം. നിങ്ങൾ ഈ കാണുന്നതാണ് ജുറാസിക് വേൾഡിലെ ടി-റെക്സ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലത്താണ് എലിഫന്റിന്റെ സ്റ്റാച്യൂസ് ഒക്കെ പ്ലേസ് ചെയ്തേക്കുന്നത്. വലിയ കൊമ്പുള്ള ഒരു കൊമ്പനാനെ കാണുന്നുണ്ട്. ഫ്രണ്ട്സ്, അതിന്റെ ചെവിയൊക്കെ ഭയങ്കര വലുതാണ്. കണ്ടിട്ട് ഒരു ആഫ്രിക്കൻ എലിഫന്റ് ആണ് തോന്നുന്നു. ഫ്രണ്ട്സ്, നമുക്ക് ഈ എലിഫന്റിന്റെ മേളിൽ കയറി ഒന്ന് നോക്കിയാലോ? ഫ്രണ്ട്സ്, ഗ്ലോറിയ ഗാർഡന്റെ ക്രിസ്മസ് അപ്ഡേറ്റ് ആണ് റെയിൻഡിയേഴ്സ്. ഫ്രണ്ട്സ്, 250 പരം ബേർഡ്സിന്റെ സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട്. സ്റ്റാച്യൂസിന്റെ നടുവിലിരിക്കാം, പിന്നെ ഫോട്ടോസ് എടുക്കാനും പറ്റും. ഫ്രണ്ട്സ്, എല്ലാ സ്റ്റാച്യൂസും അതിന്റെ റിയൽ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഈ ടവറിൽ കയറുമ്പോൾ നമുക്ക് ചെറിയൊരു പേടി തോന്നും. ഗ്ലാസ് ബ്രിഡ്ജിന്റെ എഡ്ജിലൊക്കെ പോകുന്ന ഒരു ഫീലാണ്.
ഫ്രണ്ട്സ്, ഗാർഡൻ്റെ ഒത്ത നടുവിലായിട്ട് വലിയൊരു ടവറുണ്ട്. നമുക്ക് അവിടെ നിന്നാൽ ഗാർഡൻ്റെ ഫുൾ വ്യൂവും അടിപൊളിയായിട്ട് കാണാം. പിന്നെ ഈ ഗാർഡൻ്റെ വേറെ സ്പെഷ്യാലിറ്റി എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഏത് സ്റ്റാച്ചുവിൻ്റെ മുകളിൽ കയറാനും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഫ്രണ്ട്സ്, ഈ ഗാർഡൻ ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഫ്രണ്ട്സ്, മൈക്കൽ ദ ആർക്കേഞ്ചലിൻ്റെ സ്റ്റാച്ചു ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഫ്രണ്ട്സ്, ഇതൊരു ഡിഫറെൻറ്റ് ഫീലാണ് നമുക്ക് തരുന്നത്. ഈ പ്ലേസ് വളരെ ഉയരത്തിലായതുകൊണ്ട് ഗാർഡൻ്റെ വ്യൂ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. പിന്നെ ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ വ്യൂ നമുക്ക് കാണാൻ പറ്റും.